നമ്മളെ വീട്ടിലൊക്കെ എല്ലാ മാസവും ഹരിതകർമ്മേൻ്റെ ചേച്ചിമാർ വന്നിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോകണില്ലേ. പിന്നെ അത് അവരെന്താ ചെയ്യണമെന്ന് ആർക്കെങ്കിലും അറിയാം, ഇല്ലെങ്കിൽ വരി കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് അന്നശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ MCF സെന്ററിലാണ്. ഇത് വലിയൊരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ ഈ കളക്ഷൻ സെന്റർ ഉള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് ഒക്കെ കെട്ടി വെക്കുന്ന മെഷീൻ. പിന്നെ ഇനി ഇവിടെ പൊടിക്കുന്ന മെഷീൻ വരാൻ പോവുന്നുണ്ട് എന്നാണ് കേട്ടോ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞത്. പ്ലാസ്റ്റിക്കുകളൊക്കെ ചാക്കിലാക്കി കെട്ടി കൊണ്ടുവരുന്ന വരെ ഉള്ളൂ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുക. അതിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോണത് എന്നാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോണത്. ആദ്യം തന്നെ ആ മെഷീൻ്റെ താഴെയായിട്ട് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് അവർ കളക്ട് ചെയ്തതിൽ അവൾ തരം തിരിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ മാറ്റി വെക്കും. ബിസ്ക്കറ്റിൻ്റെ കവർ അങ്ങനത്തെ കവറുകളൊക്കെ അവർ മാറ്റി വേറെ വെക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ നിറച്ചതിന് ശേഷം പിന്നെ ഈ മെഷീൻ താഴ്ത്താൻ തുടങ്ങും, അങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് ടൈറ്റ് ആയതിനു ശേഷം അവർ അതിലേക്ക് വീണ്ടും പ്ലാസ്റ്റിക്കുകൾ ചെരിഞ്ഞു കൊടുക്കും. പിന്നെ അതും അതേപോലെ തന്നെ ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷമാണ് പിന്നെ കെട്ടി കൊടുക്കാൻ പോവുക. അത് ചെയ്തതിന് ശേഷം ഡോർ തുറക്കുമ്പോൾ ഇത്രയും ടൈറ്റ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക. പിന്നെ ആ മെഷീൻ്റെ മുകൾ ഭാഗം പൊന്തിച്ചതിന് ശേഷം അവർ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അമർത്തിയിട്ട് ടൈറ്റ് ആക്കും. അതുകൂടെ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ട് കൊടുക്കുക. കയർ ഇതാ മുകളിൽ കണ്ടില്ലേ 3 ഗ്യാപ്പുകൾ കണ്ടില്ലേ, ആ ഗ്യാപ്പിൽ ഇട്ടിട്ടാണ് കയർ ടൈറ്റ് ആക്കുക. പെട്ടെന്ന് അയാൾ കുടുങ്ങിപ്പോയപ്പോൾ പിന്നെ ഷീത്താട്ടം ഒന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം മെഷീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് റെഡി ആയിട്ടുള്ള വലിയ കെട്ടുകളൊക്കെ അവർ വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് വെക്കും. അപ്പോൾ അതാണ് കേട്ടോ ഇത്. ഇത്രയും അവർ പണി കഴിച്ചു വെച്ചതാണ്. ഇത് പിന്നിൽ ഇത്രയും പണികളൊന്നും ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.